നമ്മള് വെക്കേഷന് മുന്നേ എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്? 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡിഷൻ പറഞ്ഞായിരുന്നോ? യെസ്, പറഞ്ഞു. ആ പേജ് നമ്പർ 82 വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അല്ലേ? എക്സൈസ് 2.3 ചെയ്തായിരുന്നോ? പേജ് നമ്പർ 83. പേജ് നമ്പർ 83 എക്സൈസ് 2.3 ചെയ്തോ? യെസ്. പേജ് നമ്പർ 83 ഫസ്റ്റ് 1 2 അല്ല 1 3 5 7 ഇത് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ 4 അല്ലേ? ആ മേലെയുള്ള ഫസ്റ്റ് റോയില് 4 അല്ലേ ചെയ്യാൻ പറഞ്ഞേ? 1 3 5 7 അല്ലേ? യെസ്. ഇനി 2 4 6 8 അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡീഷൻ വിത്ത് ക്യാരി ഓവർ. കുഴപ്പമില്ലല്ലോ. 3 ഡിജിറ്റ് നമ്പർ ചെയ്യുന്നത് പോലെ തന്നെ. ഒരു കാര്യം ചെയ്തോ, അത് നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റിൽ എഴുതി വെച്ചാൽ മതി. നമുക്ക് ഇനി മുതൽ കുറച്ച് സ്പീഡിൽ പോണം, കാരണം കുറെ തീർക്കാനില്ലേ. ഈ ഫസ്റ്റ് സെമിസ്റ്റർ ബുക്ക് കഴിഞ്ഞിട്ട് വേണ്ടേ സെക്കൻഡ് സെമിസ്റ്ററിന്റെ തുടങ്ങാൻ. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാട്ടോ ഇനി മുതൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതി, ആൻസർ ടെക്സ്റ്റിൽ എഴുതി വെക്കുക. നമുക്കിന്ന് അഡിഷന്റെ പ്രോപ്പർട്ടീസ് പറയാം. ഓക്കെ, അടുത്ത ഹെഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. ഓക്കെ, ആർ യു റെഡി? അഡിഷൻ നിങ്ങൾ വെറുതെ ചെയ്ത് സമയം കളയണ്ടല്ലോ ഇനി ക്ലാസ്സിൽ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ അഡിഷൻ? അപ്പോ നെക്സ്റ്റ് ഹെഡിങ് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. എന്താ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല്? എന്താ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഈ അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ചില പ്രത്യേകതകളുണ്ട്. That are called properties of addition. നിങ്ങൾക്ക് ഇവിടെ 3 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് അഡിഷന്റെ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ നോക്കാം. We can add 2 numbers in any order. Their sum will remain the same. That is the first property of addition. എല്ലാവരും പേജ് നമ്പർ 83 പ്രോപ്പർട്ടി 1 ഉള്ളതില് ഇപ്പൊ മിസ് വായിച്ച സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പ്രോപ്പർട്ടി 1, we can add 2 numbers in any order. Their sum will remain the same. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. That is the first property of addition. എന്താന്ന് മനസ്സിലായോ? അത് എന്താന്ന് മനസ്സിലായോ? നോ, ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടില്ല. We can add 2 numbers in any order. Their sum will remain the same. നിങ്ങൾക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നു. ഫോർ എക്സാമ്പിൾ 10 and 20. ഞാൻ നിങ്ങളോട് പറയുന്നു find the sum of 10 and 20. എങ്ങനെ നിങ്ങൾ അതിന്റെ സം കണ്ടുപിടിക്കും? എങ്ങനെ സം കണ്ടുപിടിക്കും? ഞാൻ കണ്ടുപിടിക്കുന്നു 10 plus 20 is equal to 30. 10 plus 20 is equal to 30. ഇനി വേറൊരാള് കണ്ടുപിടിക്കുന്നു 20 plus 10 is equal to എത്രയായിരിക്കും? 20 plus 10 20 plus 10 എത്രയാ? 30 തന്നെയാണല്ലേ? അല്ലേ? അതായത് 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാന്ന് പറഞ്ഞാല് എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ ആദ്യം എഴുതണം എന്നില്ല. മനസ്സിലായോ? Just listen.
എന്തായിരുന്നു ക്വസ്റ്റ്യൻ? മിസ് ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് the sum of 10 and 20. നോട്ടിൽ എഴുതണ്ട, എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി, ആരും എഴുതണ്ട. Find the sum of 10 and 20. ആദ്യം ഞാൻ ചെയ്യുന്നു 10 plus 20 is equal to 30. ആരാ സ്ക്രീനിൽ തൊടുന്നേ? Don't touch your screen. Okay. ഞാൻ എങ്ങനെ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചു? 10 plus 20 is equal to 30. ഇനി വേറൊരാൾ ചെയ്യുന്നു 20 plus 10. അതിന്റെ ആൻസർ എത്ര തന്നെയാണ്? 30 തന്നെയാണ് അല്ലേ? 10 plus 20 ചെയ്താലും 20 plus 10 ചെയ്താലും ആൻസർ 30 തന്നെയാണ് കിട്ടുന്നത്. അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആഡ് ചെയ്യുന്നതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ആദ്യം ആഡ് ചെയ്യാം. ഇപ്പൊ 10നോട് 20 ആഡ് ചെയ്താലും 20യോട് 10 ആഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ. എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്ന? ടെക്സ്റ്റിൽ നോക്കി എല്ലാവരും. We can add two numbers in any order. Their sum will remain the same. നമുക്ക് രണ്ട് നമ്പേഴ്സ് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്താലും സം എന്ന് പറയുന്നത് അതിന്റെ ആൻസർ സെയിം ആയിരിക്കും. That is the first property of addition. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 50 and 30. സം ഓഫ് 50 and 30. ആദ്യം നമ്മൾ 50 plus 30 തന്നിരിക്കുന്ന അതേ ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. 50 plus 30 എത്രയായിരിക്കും ആൻസർ? 50 plus 30 it is 80. 50 plus 30 is equal to 80. ഇനി നിങ്ങൾ ചെയ്യുന്നു ചെറിയ നമ്പർ ആദ്യം എഴുതി, അതായത് 30 പ്ലസ് 50. 30നോട് 50 ആഡ് ചെയ്താലും ആൻസർ ഈസ് 80. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. 50 plus 30 എഴുതിയാലും 30 plus 15 എഴുതിയാലും ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി. മനസ്സിലായോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താന്ന്? മനസ്സിലായവരൊന്ന് കൈവന്നിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? We can add two numbers in any order. Their sum will remain same. എന്താ സന? മിസ് കേൾക്കുന്നില്ല. ഒട്ടും കേൾക്കുന്നില്ലേ? ഇടക്കിടക്ക് ചെറുങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നാ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും മോളെ, ഇടക്കിടക്ക് കട്ടാവുന്നുണ്ടെങ്കിൽ. ബാക്കി ആർക്കും കുഴപ്പമില്ലല്ലോ? നോ, ഓക്കെ. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി. Property number 2. We can add three numbers by grouping them in any way. The sum in all the cases will remain the same. എന്തെങ്കിലും മനസ്സിലായോ? നോ, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടി വായിക്കാം. We can add three numbers by grouping them in any way. The sum in all the cases will remain the same. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ഒന്ന് മിസ് വായിക്കുമ്പോ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ ടെക്സ്റ്റില്. പ്രോപ്പർട്ടി നമ്പർ 2.
Okay, underline ചെയ്തു. We can add 3 numbers by grouping them in any way. The sum in all cases will remain the same. The sum in all cases will remain the same. എന്താ പ്രോപ്പർട്ടി നമ്പർ 2 എന്ന് പറയുന്നത്? നിങ്ങൾക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നു. 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നു. അപ്പോ നിങ്ങൾക്ക് എളുപ്പത്തിന് ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യാം. 2 നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യാം. അതിനോട് ആ ആഡ് ചെയ്ത് കിട്ടുന്നതിനോട് മൂന്നാമത്തെ നമ്പർ ആഡ് ചെയ്യാം. അതായത് 2 നമ്പറിനെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കി ആദ്യം ആഡ് ചെയ്യുന്നു. ആ ആൻസറിനോട് ലാസ്റ്റ് നമ്പർ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് നമുക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് ആക്കാം. നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് നമുക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് ആക്കാം. അതിനോട് മൂന്നാമത്തെ നമ്പർ ആഡ് ചെയ്യാം. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായി കാണില്ല? എക്സാമ്പിൾ പറഞ്ഞുതരാം മിസ്. ലിസൺ ഹിയർ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നു. ഫൈൻഡ് ദ സം ഓഫ് 20, 40 and 60. Find the sum of 20, 40 and 60. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 3 നമ്പർ സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യാം? 20 പ്ലസ് 40 പ്ലസ് 60 അല്ലേ? ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യും? ആദ്യം വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. പിന്നെ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. അങ്ങനല്ലേ ചെയ്യുന്നേ? അല്ലേ? അതിന് പകരം എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യാം. 3 നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യാം. ഏതൊക്കെ ആഡ് ചെയ്യുന്നു? 40യും 60യും ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. 40 പ്ലസ് 60 എത്രയാ? 40 പ്ലസ് 60 എത്രയാ? 40 പ്ലസ് 60 100. 40 plus 60 is equal to 100. ഇനി ഈ 100നോട് കൂടി നമ്മൾ ബാക്കി ഇവിടെ ഏത് നമ്പർ ഉണ്ട്? 20 ഇല്ലേ? 20 ഉണ്ട്. അപ്പൊ 100 പ്ലസ് 20 that is equal to 120. 120. അപ്പൊ ഇതിന്റെ ടോട്ടൽ സം എത്ര കിട്ടി? 40 plus 60 is equal to 100. Then 100 plus 20 is equal to 120. ഇനി വേറെ 2 നമ്പേഴ്സ് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് നോക്കാം. 20യും 40യും. 20 പ്ലസ് 40 എത്രയാ? 20 പ്ലസ് 40 20 പ്ലസ് 40 എത്രയാ? 20 plus 40 is equal to 60. ഇനി ഈ കിട്ടിയ 60നോട് കൂടി എന്ത് ചെയ്യാം? ബാക്കി ഇവിടെ ഏത് നമ്പർ ബാക്കിയുണ്ട്? ഒരു 60 ബാക്കിയുണ്ട്. So 60 plus 60. 60 plus 60 എത്രയാ? എത്രയാ 60 plus 60? It is 120. ഇനി നമുക്ക് വേറൊരു രീതിയിൽ വേറെ 2 നമ്പേഴ്സ് എടുത്തിട്ട് ആദ്യം ആഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെ? 20യും 60യും.
എത്ര 20 plus 60? 20 plus 60 is equal to 80. ഓക്കെ, ഇനി ഈ 80യോട് എന്ത് ചെയ്യണം? ബാക്കി അവിടെയുള്ള 40 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ 3 രീതിയിൽ ഇവിടെ ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നതിൽ നമ്മൾ 3 രീതിയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ആദ്യം 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. തന്നിരിക്കുന്ന 3 നമ്പേഴ്സിൽ 2 നമ്പേഴ്സ് തമ്മിൽ ആദ്യം ആഡ് ചെയ്തു. ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടിയ സമ്മിന്റെ കൂടെ മൂന്നാമത്തെ നമ്പർ ആഡ് ചെയ്തു. അപ്പൊ നമ്മള് ഏത് 2 നമ്പേഴ്സ് ആദ്യം ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്താലും ആൻസർ എപ്പോഴും 120 തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? ആണല്ലോ. That is the second property of addition. We can add 3 numbers by grouping them in any way. നമുക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്താ സഫ? സഫയ്ക്ക് കേൾക്കുന്നില്ലേ? മിസ് ചെറുങ്ങനെ കേൾക്കണില്ലോ? അപ്പൊ സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? We can add 3 numbers by grouping them in any way. നമുക്ക് 3 നമ്പേഴ്സിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ വിത്ത് ദ സം വിൽ റിമൈൻ സെയിം. സെക്കൻഡ് പ്രോപ്പർട്ടി മനസ്സിലായവരൊന്ന് കൈബന്ധിച്ചേ. സെക്കൻഡ് പ്രോപ്പർട്ടി മനസ്സിലായവരൊന്ന് കൈബന്ധിച്ചേ. മനസ്സിലാവാത്തവരൊന്ന് കൈബന്ധിച്ചേ. മനസ്സിലാവാത്തവരൊന്ന് കൈബന്ധിച്ചേ. മുഹമ്മദ് ഷാൻ, പിന്നെ ഹസ്ന, വേറെ ആരാ? അലൻ മാത്യു. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം മിസ്സേ. ലിസൺ ഹിയർ. ഇതേ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഫൈൻഡ് ദ സം ഓഫ് 20, 40 and 60. നമുക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ആ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഏതെങ്കിലും 2 നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യാം. എന്നിട്ട് ആ ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മിനോട് മൂന്നാമത്തെ നമ്പർ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ആദ്യം ഏത് 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ 20, 40യും 60യും ആണ് 3 നമ്പേഴ്സ് തന്നിരിക്കുന്നത്. അതില് ആദ്യം നമ്മൾ 60യും 40യും ആഡ് ചെയ്തു. 40യും 60യും ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 100 കിട്ടി. 100 കിട്ടിയതിനോട് ബാക്കിയുള്ള 20 ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 120 കിട്ടി. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം നമുക്ക് 20യും 40യും ആഡ് ചെയ്യാം. 20യും 40യും ആഡ് ചെയ്താൽ ആൻസർ 60 കിട്ടും. ആ 60യോട് കൂടി ബാക്കി ഇവിടെയുള്ള ഈ 60 ആഡ് ചെയ്താൽ 120 ആൻസർ കിട്ടും. അതും അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഈ 20യും 60യും ആഡ് ചെയ്യാം. 20യും 60യും ആഡ് ചെയ്താൽ 80 ആൻസർ കിട്ടും. ഈ കിട്ടുന്ന 80യോട് ബാക്കി ഇവിടെയുള്ള ഈ 40, ആ 40 ആഡ് ചെയ്താൽ 120 കിട്ടും. അപ്പൊ എങ്ങനെ ആഡ് ചെയ്താലും ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ ആൻസർ എപ്പോഴും നമുക്ക് കിട്ടുന്ന എത്രയാ? 120. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. നമുക്ക് 3 നമ്പേഴ്സ് ഏത് രീതിയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാന്ന് വെച്ചാല്
ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാ? എന്താ ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാല്? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുത്ത് മാറ്റി അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. അതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പ്രോപ്പർട്ടി മനസ്സിലായോ? സെക്കൻഡ് പ്രോപ്പർട്ടി മനസ്സിലായോ? യെസ്. അപ്പോ സെക്കൻഡ് പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, ടേക്ക് പേജ് നമ്പർ 84. പേജ് നമ്പർ 84, പ്രോപ്പർട്ടി 3. എല്ലാവരും ടെക്സ്റ്റിൽ നോക്കിക്കോ, മിസ് വായിക്കുന്നുണ്ട്. When 0 is added to a number or a number is added to 0, the result is the number itself. അതെല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. മിസ് ഒന്നുകൂടി വായിക്കാം. മിസ് വായിക്കുന്നതിന് കൂടെ എല്ലാവരും അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. When 0 is added to a number, when 0 is added to a number or a number is added to 0, the result is the number itself. The result is the number itself. Underline ചെയ്തോ? ചെയ്തില്ലേ? എന്താ തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്? നമ്മള് ഏതൊരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താലും അതല്ല 0യോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താലും ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. 0ന് വാല്യൂ ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മള് ഏതൊരു നമ്പറിനോട് 0 ആഡ് ചെയ്താലോ ആ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ. അതല്ല 0യോട് കൂടി നമ്മൾ വേറെ ഏത് നമ്പർ ആഡ് ചെയ്താലും ആ ആഡ് ചെയ്യുന്ന നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ലിസൺ ഹിയർ. 0 plus 354. 0നോട് കൂടി നമ്മൾ 354 ആഡ് ചെയ്താല് 354 തന്നെയായിരിക്കും ആൻസർ. ഇനി 5678 plus 0. 5678 plus 0. ആൻസർ എത്രയായിരിക്കും? 5678. അതായത് നമ്മൾ ഏത് നമ്പറിനോട് കൂടി 0 ആഡ് ചെയ്താലും ആ നമ്പർ തന്നെയായിരിക്കും ആൻസർ. അതല്ല 0നോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താലും ആ നമ്പർ തന്നെയായിരിക്കും, നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ദാറ്റ് ഈസ് ദി തേർഡ് പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ. മനസ്സിലായോ തേർഡ് പ്രോപ്പർട്ടി? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? അഡീഷന്റെ 3 പ്രോപ്പർട്ടി പഠിച്ചു. ഇത് നിങ്ങൾ ടെക്സ്റ്റ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചാൽ മതി, നോട്ടിലേക്ക് എഴുതണ്ട, ടെക്സ്റ്റ് തന്നെ വായിച്ച് പഠിച്ചാൽ മതി. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? We can add 2 numbers in any order, the sum will remain the same. 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. That is the first property. Then second property is we can add 3 numbers by grouping them in any way. The sum in all the cases will remain the same. നമ്മൾ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം 2 നമ്പേഴ്സ് തമ്മിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ സം കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനുശേഷം മൂന്നാമത്തെ നമ്പർ അതിനോട് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ 2 നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. Okay, that is the second property. Then third property is when 0 is added to a number or a number is added to 0, the result is the sum number itself.
നമ്മളൊരു നമ്പർ സീറോനോട് കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു നമ്പറിനോട് കൂടി സീറോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ദാറ്റ് ഈസ് ദി തേർഡ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 3 പ്രോപ്പർട്ടീസ് പഠിച്ചു അഡിഷന്റെ. എല്ലാവർക്കും മനസ്സിലായോ? അത് 3 പ്രോപ്പർട്ടീസ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതെല്ലാരും ടെക്സ്റ്റ് നോക്കി പഠിച്ചു വെക്ക. ഇന്ന് ഹോംവർക്ക് ആയിട്ട് പേജ് നമ്പർ 83-ലെ ബാക്കി ചെയ്യാനുള്ള 4 എണ്ണം അല്ലേ? ബാക്കി ചെയ്യാനുള്ള 4 എണ്ണം അല്ലേ? അത് ചെയ്യാ. അത് കൂടാതെ അതിന് തൊട്ട് താഴെ അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ് എന്ന് കണ്ടോ? അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ് എന്ന് കണ്ടോ? ഒരു 6 ക്വസ്റ്റ്യൻ അതും കൂടി ചെയ്തോ. നോട്ടിൽ തന്നെ എഴുതി ചെയ്തോ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ആദ്യത്തെ 4 എണ്ണവും പിന്നെ ബി ക്വസ്റ്റ്യനിലെ 6 എണ്ണവും നോട്ടിൽ തന്നെ എഴുതിയിട്ട് ചെയ്തോ. അത് നാളത്തേക്ക് ചെയ്താൽ മതി, ഇന്ന് തന്നെ അയക്കണമെന്നില്ല. 10 എണ്ണം അല്ലേ? നാളത്തേക്ക് എല്ലാരും ഹോംവർക്ക് എഴുതി തന്നാ മതി. എന്താ ആദ്യത്തിന് എന്താ പറയാനുള്ളത്? എന്താ ആദിത്? കേൾക്കുന്നില്ലേ? ഇപ്പൊ ക്ലാസ് കഴിയും മോനെ, ടൈം കഴിയാറായി. എന്താ റിലു? ഹോംവർക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? പേജ് നമ്പർ 83-ല് ആദ്യത്തെ 4 എണ്ണം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? എക്സൈസ് 2.3-ല് അതില് ബാക്കിയുള്ള 4 എണ്ണവും അതിന് താഴെയുള്ള ബി ക്വസ്റ്റ്യൻ കണ്ടോ? ഒരു 6 ക്വസ്റ്റ്യൻ അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ്. ആ 6 എണ്ണം. അപ്പോ അതിന്റെ ആൻസർ ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല, നാളത്തേക്ക് തന്നാ മതി. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ആവണി? ഇപ്പൊ പ്രോപ്പർട്ടീസ് പറഞ്ഞതൊന്നും നോട്ടിലേക്ക് എഴുതണ്ട, അത് നിങ്ങളെ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. ഹോംവർക്ക് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇപ്പൊ ക്ലാസ് കട്ടാവും. ഇന്നത്തെ ക്ലാസ് എല്ലാരും മസ്റ്റ് ആയിട്ടും വാട്സാപ്പ് ഓഡിയോ കേട്ടിരിക്കണം. കാരണം കുറെ പേര് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വാട്സാപ്പ് ഓഡിയോ കേൾക്കണം, യൂട്യൂബിലും ക്ലാസ് കാണണം. ഓക്കെ, ഹോംവർക്ക് എല്ലാവരും നാളത്തേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ബൈ.